Hello guys, thanks for checking back on my channel, Mr. Chef. ആദ്യമായി തന്നെ എല്ലാ വ്യൂവേഴ്സിനും മിസ്റ്റർ ഷെഫിന്റെ ഓണാശംസകൾ. ലോകത്തിലുള്ള എല്ലാ മലയാളികളുടെയും ഏറ്റവും വലിയ സെലിബ്രേഷനാണ് നമ്മളുടെ ഓണം. അപ്പോൾ ഈ ഓണ കാലഘട്ടത്തിൽ നമ്മൾ ഓണസദ്യക്ക് നമ്മൾ വളരെയധികം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ ഏറ്റവും അവിഭാജ്യ ഘടകമായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പായസമാണ്. ഒരു നല്ലൊരു പായസം ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഒരു ഓണസദ്യ കംപ്ലീറ്റ് ആകുള്ളൂ. നമ്മുടെ മലയാളികൾ ഉണ്ടാക്കുന്ന ആ ട്രഡീഷണൽ ആയിട്ടുള്ള അടപ്രഥമൻ പായസം വളരെ ഈസി ആയിട്ട് തന്നെ നമ്മുടെ വീട്ടിലത്തെ കിച്ചണിൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായി നമുക്ക് പായസം റെഡിയാക്കാം. ആദ്യമായി തന്നെ സ്റ്റവ് എടുത്ത് വെച്ചതിന് ശേഷം സ്റ്റവ് ഓണാക്കി ഒരു പാൻ നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം. അടുത്തായി നമുക്കൊരു 800 ഗ്രാം ശർക്കര നമുക്ക് പാത്രത്തിലേക്ക് ഇടാം. ഒരു 5 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ശർക്കര നന്നായി തിളച്ച് കഴിയുമ്പോൾ ഇതിന് മുകളിൽ വരുന്ന ഈ പത നമുക്ക് എടുത്ത് മാറ്റാം. അത് ശർക്കരയിലുള്ള ഇംപ്യൂരിറ്റീസ് ആണ്. അപ്പോൾ ഗൈസ് നമുക്ക് കാണുന്ന മാതിരി നമ്മളിട്ട ശർക്കര നന്നായിട്ട് തിളച്ച് നന്നായി മെൽറ്റ് ആയിട്ടുണ്ട്. അടുത്തായി നമുക്ക് ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഉരുക്കിയ ശർക്കര നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണുന്ന മാതിരി നമ്മുടെ ശർക്കരയിലുള്ള കരടുകളൊക്കെ നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രെയിനർ വളരെ ഫൈനായിട്ടുള്ള സ്ട്രെയിനർ തന്നെ ഉപയോഗിക്കാനുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അരിച്ചെടുത്ത ശർക്കരപ്പാനി നമുക്കെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി വീണ്ടും സ്റ്റവ് ഓണാക്കിയതിന് ശേഷം ഒരു ഉരുളി എടുത്ത് നമുക്ക് സ്റ്റവിലേക്ക് വെക്കാം. ഇതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ നെയ്യ് ഇടാം. നമ്മളിട്ട നെയ്യ് മെൽറ്റ് ആയതിനു ശേഷം ഇതിലേക്ക് ഒരു 50 ഗ്രാം കാഷ്യൂ ഇട്ടിട്ട് നമുക്ക് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മളുടെ കാഷ്യൂവിൻ്റെ കളർ ചെറുതായി ഒന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു 50 ഗ്രാം ഉണക്കമുന്തിരിയും കൂടി ഇട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി കാഷ്യൂനട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളറിൽ എടുത്ത് കഴിയുമ്പോൾ അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കാം. അടുത്തതായിട്ട് സെയിം പാത്രത്തിലേക്ക് തന്നെ നമ്മളൊരു 400 ഗ്രാം അടയൊന്ന് ഇട്ടതിന് ശേഷം നമുക്കിത് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അട റോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ സിമ്മറിലോ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളറിൽ നമ്മളിട്ട് അട എത്തി കഴിയുമ്പോൾ നേരത്തെ ഉരുക്കി വെച്ച ശർക്കരപ്പാനി നമുക്കിതിലേക്ക് ഒഴിക്കാം. ശർക്കരപ്പാനി ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കാം. കഴിച്ച് നമ്മൾ ഏകദേശം ഒരു 15 മിനിറ്റ് സിമ്മറിലിട്ട് നമ്മളുടെ അട കുക്ക് ചെയ്തിട്ടുണ്ട്. അട ഏകദേശം ഒരു പാതി കുക്കായിട്ടുണ്ട്. അടുത്തായി നമുക്കിതിലേക്ക് ഒരു 4 കപ്പ് രണ്ടാം പാല് ഒഴിച്ചതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അട നന്നായി കുക്കാകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഇപ്പോഴും സിമ്മറിൽ തന്നെ കീപ്പ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നമ്മൾ ഈ പായസം ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമുക്ക് അട 2 ടൈപ്പിൽ കിട്ടാറുണ്ട്. ഒന്ന് വൈറ്റ് കളറും വേറൊന്ന് നമ്മളുടെ ബ്രൗൺ കളറിലുള്ള അടയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് വൈറ്റ് കളറുള്ള അടയാണ്. പക്ഷേ നിങ്ങൾക്ക് ബ്രൗൺ കളറിലുള്ള അടയായാലും ഈ സെയിം റെസിപ്പിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അതുമാതിരി തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സെലക്ട് ചെയ്യുന്ന ശർക്കര അതിൻ്റെ കളറിനനുസരിച്ച് നമ്മളുടെ പായസത്തിൻ്റെ കളർ ഫൈനലിൽ വരുന്നതാണ്. അപ്പം ഞാനിന്ന് ഉപയോഗിക്കുന്നത് കറുത്ത ശർക്കരയാണ്. അല്ലാന്നുണ്ടെങ്കിൽ മറയൂർ ശർക്കരയാണ് ഞാനിന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വെല്ലമാണ് അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ശർക്കരയാണെന്നുണ്ടെങ്കിൽ അതിന് കളറ് കുറച്ച് വരും, പക്ഷെ ടേസ്റ്റിൽ വ്യത്യാസം വരില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ശർക്കര വെള്ളയോ അല്ലാന്നുണ്ടെങ്കിൽ ഡാർക്ക് ആയിട്ടുള്ളതോ ഏതായാലും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഗൈസ് നമ്മൾ ഏകദേശം ഒരു 35 മിനിറ്റ് നേരം നന്നായിട്ട് നമ്മുടെ അട കുക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ഗ്രേവി നന്നായിട്ട് തിക്കായിട്ടുണ്ട്. അതുമാതിരി തന്നെ നമ്മൾ ചെറിയൊരു പീസ് അട എടുത്ത് നന്നായിട്ട് സോഫ്റ്റ് ആയി ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടെ കുക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തായി നമുക്കിതിലേക്ക് 1 കപ്പ് ഒന്നാം പാല് നമുക്ക് ആഡ് ചെയ്യാം. അതിന് കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. 1 മിനിറ്റ് നേരം കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്റ്റൗവിൽ ഒന്ന് തിളയ്ക്കുന്ന വരെ കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ അടപ്രഥമൻ ഇവിടെ റെഡിയാവും. ഗൈസ് നമുക്ക് കാണാൻ മാതിരി ചെറുതായിട്ട് തിളച്ച് ബബിൾസ് വന്നിട്ടുണ്ട്. അടുത്തായി നമുക്ക് സ്റ്റവ് ഓഫ് ആക്കാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് കാഷ്യൂനട്ടും ഉണക്കമുന്തിരിയും ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ അടപ്രഥമൻ ഇവിടെ റെഡിയായി.
അപ്പോൾ ഗൈസ് നമ്മുടെ അടപ്രഥമൻ പായസം കൂടെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ അടപ്രഥമൻ നല്ല ടേസ്റ്റാണ്, നല്ല മധുരമുണ്ട്. അതുമാതിരി നമ്മളുടെ അടയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുമാതിരി ഏലക്കായുടെയും ചെറിയ ജീരകത്തിൻ്റെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ ഇതിൽ ചില ആൾക്കാർ ചുക്ക് പൊടിച്ചതും അതുമാതിരി തന്നെ തേങ്ങയും വറുത്ത് ഇടാറുണ്ട്. അപ്പം അത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇടാവുന്നതാണ്. അതും നല്ലൊരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഗൈസ് എല്ലാവരും നമ്മളുടെ ഈ ഓണം അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഓണത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പായസമാണ് അടപ്രഥമൻ എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മളുടെ കമന്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. പിന്നെ അടപ്രഥമൻ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനൊക്കെ നമ്മളുടെ വീഡിയോ ലിങ്ക് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഓരോ ലൈക്ക് കൊടുക്കുക. അതുമാതിരി നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഇതുമാതിരത്തെ വീഡിയോസ് കാണുവാനായിട്ട് ഉറപ്പായിട്ടും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കനോട് എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഓണാശംസകൾ നേരുകയാണ്. So eat good food, stay healthy, until I see you with a different video. Bye bye.